ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. മൃഗസംരക്ഷണ ചികിത്സാ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാങ്കേതികവിദ്യയ്ക്ക് സാധിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തെലങ്കാനയിലെ വ്യാവസായിക കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 തൊഴിലാളികൾ മരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഗാന, ബ്രസീൽ ഉൾപ്പെടെ 5 രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. നഗരവൽക്കരണ സാധ്യതകൾ മനസ്സിലാക്കിയുള്ള വികസനമാണ് ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റെയിൽവേയിലെ പുതുക്കിയ യാത്രാ നിരക്കുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. വിംബിൾഡൺ ടെന്നീസ് മത്സരങ്ങൾക്ക് തുടക്കമായി. ഹാട്രിക് ലക്ഷ്യമിട്ട് കാർലോസ് അൽക്കാരസ്. വാർത്തകൾ വിശദമായി. മൃഗസംരക്ഷണ ചികിത്സാ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാങ്കേതികവിദ്യയ്ക്ക് കഴിയുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. വൈകിട്ട് ഖൊരഗ്പൂർ എയിംസിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിലും ശ്രീമതി മുർമു പങ്കെടുത്തു. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖല, മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലകളിൽ ഉയർന്ന മാനങ്ങൾ സൃഷ്ടിക്കാൻ എയിംസിന് സാധിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. एम्स ने भारत में चिकित्सा शिक्षा, अनुसंधान और उपचार के क्षेत्रों में उच्चतम मानक स्थापित किए हैं. चाहे सर्जरी की नई टेक्निकी हो, अर्ली डायग्नोस्टिक्स के उपकरण हो या फिर आयुष और एलोपैथी के समन्वय से बीमारियों का इलाज, एम्स ने नवाचार को अपने कार्यशैली का हिस्सा बनाया. ഹൂൾ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദിവാസി സമൂഹത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ഗോത്ര സമര സേനാനികളുടെ ധൈര്യവും വീര്യവും പ്രചോദനം നൽകുന്നതാണെന്ന് ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സാന്താൾ കലാപത്തിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജൂൺ 30-ന് ഹൂൾ ദിവസ് ആഘോഷിക്കുന്നത്. തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിലെ പശമിലാറാം വ്യാവസായിക കേന്ദ്രത്തിൽ സ്ഫോടനം. 12 തൊഴിലാളികൾ മരിച്ചു. 26 പേർക്ക് പരിക്കേറ്റു. സിഗാച്ചി കെമിക്കൽ വ്യവസായ കേന്ദ്രത്തിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടം. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സഹകരണ മന്ത്രിമാരുടെ മന്ഥൻ ബൈഠക്കിന് ന്യൂഡൽഹിയിൽ തുടക്കം. സഹകരണ മേഖല ശക്തിപ്പെടുത്തുക, പുരോഗതി അവലോകനം ചെയ്യുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഭക്ഷ്യസുരക്ഷയും കർഷകരുടെ ശാക്തീകരണവും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയും നടക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ സ്പെയിൻ, പോർച്ചുഗൽ, ബ്രസീൽ സന്ദർശനത്തിന് തുടക്കമായി. സ്പെയിനിൽ ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന വികസന ധനസഹായം സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. ബ്രസീലിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 10ാം വാർഷിക യോഗത്തെയും കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ ചരക്ക് സേവന നികുതി വരുമാനത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ രേഖപ്പെടുത്തിയത് ഇരട്ടി വളർച്ച. 2020-21 11.37 ലക്ഷം കോടി രൂപയായിരുന്ന നികുതി വരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സർവകാല റെക്കോർഡായ 22.8 ലക്ഷം കോടി രൂപ കടന്നു. GST സംവിധാനം നിലവിൽ വന്നതിന്റെ 8ാം വാർഷികമാണ് നാളെ. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം മേഖല സംഘടിപ്പിക്കുന്ന GST ദിനാഘോഷം സംഘടിപ്പിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് അമേരിക്കയിലേക്ക് തിരിക്കും. നാളെയാണ് യോഗം. സ്വതന്ത്രവും സുരക്ഷിതവുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്കായി പൊതു കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിനുള്ള പുതിയ നിർദ്ദേശങ്ങളിൽ ക്വാഡ് നേതൃത്വം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. റെയിൽവേയിലെ പുതുക്കിയ യാത്രാ നിരക്കുകൾ നാളെ പ്രാബല്യത്തിൽ വരും. ഓർഡിനറി ക്ലാസുകളിൽ 500 കിലോമീറ്റർ ദൂരം വരെ നിരക്ക് വർധന ഉണ്ടാകില്ല. മറ്റു ക്ലാസുകളിൽ കിലോമീറ്ററിന് 0.5 പൈസയാണ് വർധന. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ കിലോമീറ്ററിന് 1 പൈസ വർദ്ധിക്കും. AC കോച്ചുകൾക്ക് കിലോമീറ്ററിന് 2 പൈസയാണ് വർധന. റിസർവേഷൻ ചാർജ്, സർചാർജ് തുടങ്ങിയവയിൽ മാറ്റമുണ്ടാകില്ല. IRCTC വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ആധാർ അധിഷ്ഠിത സ്ഥിരീകരണം നാളെ മുതൽ നിലവിൽ വരും. ജൂലൈ അവസാനം മുതൽ തത്കാൽ ബുക്കിംഗുകൾക്ക് OTP സ്ഥിരീകരണവും ഏർപ്പെടുത്തും. ഈ വർഷം അവസാനത്തോടെ മിനിറ്റിൽ 1.5 ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്ന പുതിയ റിസർവേഷൻ സംവിധാനം നിലവിൽ വരുമെന്നും റെയിൽവേ അറിയിച്ചു. ഈ വർഷത്തെ അമർനാഥ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ജൂലൈ 3-ന് ആരംഭിക്കുന്ന തീർത്ഥാടനത്തിനുള്ള ടിക്കറ്റ് എടുക്കുന്നതിനായി ഇന്ത്യയിലുടനീളവും വിദേശത്തുമുള്ള ഭക്തർ സരസ്വതി ധാമിൽ എത്തിത്തുടങ്ങി. യാത്ര സുഗമമാക്കുന്നതിനായി ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ സുരക്ഷാസേന മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ 4 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം ആരംഭിച്ചു. ഭൂട്ടാനിലെ രാജാവ്, കരസേനാ മേധാവി തുടങ്ങിയവരുമായി അദ്ദേഹം ചർച്ച നടത്തും. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. അടുത്ത മാസം 2-3 തീയതികളിൽ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഘാനയിൽ എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ സെക്രട്ടറി ദമ്മു രവി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഘാന പ്രസിഡന്റുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. India's relations with Ghana are historical. In the 7 decades of a relationship, it has evolved to multifaceted. Both the countries will work towards boosting the economic cooperation. So the economic agenda will dominate the talk. During the visit, there will be few focus items. Will be agriculture, where the Ghanan leader, president, is keen to engage with India. He is also keen on the vaccine development, creating a vaccine hub in Ghana, for not just Ghana, but also the West Africa context. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ ഓയിലിന്റെ ആഭിമുഖ്യത്തിൽ നാളെ കോട്ടയത്ത് സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ വാരാചരണം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന പരിപാടിയിൽ ശുചിത്വവും പരിസ്ഥിതി സുസ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭങ്ങൾക്ക് കേന്ദ്ര സഹമന്ത്രി നേതൃത്വം നൽകും. തുടർന്ന് ശ്രീ സുരേഷ് ഗോപി കുട്ടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. നഗരവൽക്കരണത്തിന്റെ സാധ്യതകളും പ്രശ്നങ്ങളും മനസ്സിലാക്കിയുള്ള വികസനമാണ് നാടിന് ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് അതിവേഗം നഗരവൽക്കരണം നടക്കുകയാണെന്നും വടകര മുനിസിപ്പൽ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ചതിനെതിരെയുള്ള ഹർജി കേരള ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിച്ചു. ജാനകി എന്ന പേര് മാറ്റണമെന്ന സെൻസർ ബോർഡിന്റെ നിലപാടിനെ കോടതി ചോദ്യം ചെയ്തു. സമൂഹത്തിൽ നിലവിലുള്ള മിക്ക പേരുകളും മതാധിഷ്ഠിതമായതിനാൽ പ്രഥമദൃഷ്ട്യാ ഈ വാദം നിലനിൽക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. കേരളത്തിന്റെ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ നാളെ ചുമതലയേൽക്കും. 1991 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്. നിലവിലെ മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് പോലീസ് ആസ്ഥാനത്ത് ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. വിംബിൾഡൺ ഗ്രാൻഡ്സ്ലാം മത്സരങ്ങൾക്ക് ലണ്ടനിൽ തുടക്കം. പുരുഷ സിംഗിൾസിൽ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ് ഇറ്റലിയുടെ ഫാബിയോ ഫോഗിനിയെ നേരിടുന്നു. ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടാണ് അൽക്കാരസ് ഇത്തവണ വിംബിൾഡണിൽ മാറ്റുരയ്ക്കുന്നത്. വനിതാ വിഭാഗത്തിൽ അരിയാന സബലങ്ക കാഴ്സൺ ബ്രാസ്റ്റേറ്റിനെ പരാജയപ്പെടുത്തി. രോഹൻ ബൊപ്പണ്ണ ഉൾപ്പെടെ 4 ഇന്ത്യൻ താരങ്ങൾ വിംബിൾഡണിൽ ഇത്തവണ വിവിധ വിഭാഗങ്ങളിൽ മത്സരിക്കും. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി തല കമ്പ്യൂട്ടർ അധിഷ്ഠിത പൊതുപരീക്ഷയ്ക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 3131 ഒഴിവുകളിലേക്കാണ് നിയമനം. അപേക്ഷകൾ ssc.gov.in എന്ന വെബ്സൈറ്റിലൂടെ അടുത്ത മാസം 18 മുമ്പായി സമർപ്പിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 452 പോയിന്റ് കുറഞ്ഞ് 83,606-ലും നിഫ്റ്റി 120 പോയിന്റ് താഴ്ന്ന് 25,517-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 120 രൂപ കുറഞ്ഞ് 71,320 രൂപയും ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 8,915 രൂപയുമാണ് ഇന്നത്തെ വില. ഹിമാചൽ പ്രദേശിൽ 2 ദിവസമായി തുടരുന്ന മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായതായാണ് റിപ്പോർട്ട്. കനത്ത മഴയെ തുടർന്ന് 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 11 കുട്ടികൾ ഉൾപ്പെടെ 18 പേർ മരിച്ചു. ലാഹോർ, സിയാൽകോട്ട്, ഫൈസലാബാദ്, ഗുജറൻവാല നഗരങ്ങളിലാണ് വെള്ളപ്പൊക്കം. പസഫിക് സമുദ്ര ദ്വീപരാഷ്ട്രമായ ഫിജിയിൽ HIV രോഗബാധ സംബന്ധിച്ച ആശങ്ക വർദ്ധിക്കുന്നു. കഴിഞ്ഞ വർഷം HIV അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം 126 പേരാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മൃഗസംരക്ഷണ ചികിത്സാ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തെലങ്കാനയിലെ വ്യാവസായിക കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 തൊഴിലാളികൾ മരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഘാന, ബ്രസീൽ ഉൾപ്പെടെ 5 രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. നഗരവൽക്കരണ സാധ്യതകൾ മനസ്സിലാക്കിയുള്ള വികസനമാണ് ആവശ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റെയിൽവേയിലെ പുതുക്കിയ യാത്രാ നിരക്കുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. വിംബിൾഡൺ ടെന്നീസ് മത്സരങ്ങൾക്ക് തുടക്കമായി. ഹാട്രിക് ലക്ഷ്യമിട്ട് കാർലോസ് അൽക്കാരസ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.